ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇവൻ എന്തിനാ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോയത്? ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമെന്ന് കരുതി ഇനി DNA റിസൾട്ടുമായിട്ടാണോ ഇവൻ വന്നിരിക്കുന്നത്? നമുക്കേ നൂലുകെട്ടിലേക്ക് കിടക്കാം. അതേടാ, അമ്മയ്ക്ക് വട്ട. അമ്മയുടെ ഭ്രാന്ത് നിനക്ക് കാണണ്ടേ? നീ പോയി ഡ്രസ് ചെയ്തിട്ട് വാ. അമ്മ എന്തായി പറയുന്നേ? ഞാനിപ്പൊ പറഞ്ഞത് തന്നെ. നീ ഒരുങ്ങി മിടുക്കനായിട്ട് ഹാളിലേക്ക് വാ. ബാക്കി ഞാൻ നോക്കിക്കോളാം. അമ്മ എന്താണ് പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അമ്മയുടെ ഈ ധൈര്യം കാണുമ്പോ എനിക്കൊരു ധൈര്യമുണ്ട്. പക്ഷേ എന്താണ് സംഭവിക്കാൻ പോകുന്നുള്ള ഒരു ടെൻഷനും എനിക്കുണ്ട്. നീ പോയി ഒരുങ്ങി റെഡിയായി വാടാ. നീയേ എന്റെ മകനാ, എന്റെ ഭാവിയാ. നീ ധൈര്യമായിട്ട് വാ. നിന്റെ കാര്യമേ അമ്മ നോക്കിക്കോളാം. ഞാൻ ദേ വരുന്നമ്മേ. നമസ്കാരം തിരുമേനി. നമസ്കാരം. ഒരു ചെറിയ പൂജയുണ്ടായിരുന്നു, അതാ താമസിച്ചത്. ഞാനത് രാജുവിനോട് നേരത്തെ പറയുകയും ചെയ്തായിരുന്നു. അതിന് കുഴപ്പമില്ല തിരുമേനി. അല്ല, രാജു എവിടെ? രാജു എത്തിയിട്ടില്ല. എല്ലാം എന്നെ ഏൽപ്പിച്ചിട്ടാ രാജു പോയത്. മാഡം, മുഹൂർത്തം കഴിയാറായി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ? അംബിക മാഡവും മകനും ശരിക്കും ആ കുട്ടിയെ അംഗീകരിച്ചിട്ടാണോ ഇങ്ങനെ ഒരു ചടങ്ങൊരുക്കിയത്? അതൊന്നും ഒരു കുഴപ്പമില്ല. കാരണം എന്താന്ന് വെച്ചാ ഈ ചടങ്ങ് നടത്താൻ തീരുമാനിച്ചതും പറഞ്ഞതും പ്രതാപേട്ടനാ. ദിവ്യയുടെ അമ്മ വന്നപ്പോഴാ പ്രതാപേട്ടൻ അങ്ങനെ പറഞ്ഞത്. പ്രതാപേട്ടൻ ഒരു കാര്യം തീരുമാനിച്ച് പറഞ്ഞിട്ട് അതിനെ എതിർത്ത് സംസാരിക്കാനോ പ്രവർത്തിക്കാനോ അമ്മയ്ക്കും മകനും ഒരു ധൈര്യമില്ല. ആശ്വാസമായി. എനിക്ക് ആകെ ഒരു ടെൻഷനായിരുന്നു. പൂജാ സാധനങ്ങളൊക്കെ റെഡിയാ. തിരുമേനി പൂജക്കുള്ള ഒരുക്കങ്ങൾ തുടങ്ങിക്കോളൂ. ഓ, വരൂ. എങ്കിൽ പിന്നെ അവരെ വിളിച്ചോളൂ. ശരി തിരുമേനി. മോളെ, അംബികേച്ചും ദീപകിനെ കണ്ടിരുന്നോ? ഇല്ല ചെറിയമ്മേ, ഞാൻ കണ്ടില്ല. സമയായിരുന്ന തിരുമേനി പറയുന്നത്. അവരും കൂടെ വന്നാ നമുക്ക് ചടങ്ങ് തുടങ്ങായിരുന്നു. മോളെ, സാരിയൊക്കെ എന്താ ഇങ്ങനെ ഉടുത്തിരിക്കുന്നത്? ഇതൊക്കെ ഇനി എന്നാ പഠിക്ക? അയ്യോ വേണ്ട വേണ്ട മാഡം, മാഡം ഒന്നും ചെയ്യണ്ട, ഞാൻ ചെയ്തോളാം. ദിവ്യ ഇപ്പോ ജോലിക്കാരിയല്ല, ഈ വീട്ടിലെ ഒരു അംഗ. ഈ കുടുംബത്തിലെ ചോരയാ ഈ കുഞ്ഞ്. അപ്പോ ഈ കുഞ്ഞിന്റെ അമ്മയെന്നുള്ള സ്ഥാനം ദിവ്യക്കുണ്ട്. അതുകൊണ്ട് ഈ കുടുംബത്തിലെ ഒരു അംഗം എന്ന നിലയിൽ വേണം ദിവ്യ ഈ ചടങ്ങിനിരിക്കാൻ. അംബിക മാഡവും ദീപക് സാറും ഞങ്ങളോട് എന്തെങ്കിലും വഴക്കുണ്ടാക്കോ? അമ്മേ, അങ്ങനൊന്നും ഉണ്ടാവില്ല. അമ്മ ധൈര്യമായിട്ടേക്ക്, ഒരു പ്രശ്നം ഉണ്ടാവില്ല. പ്രതാപേട്ട, മുഹൂർത്തത്തിന് സമയമെന്നാ തിരുമേനി പറയുന്നത്. അംബികേച്ചും ദീപകിനെയും ഇതുവരെയും കണ്ടില്ല. ഇതുവരെ വന്നില്ലേ? ഇല്ല. സമയമായോ തിരുമേനി? ആയി സാറേ, മുഹൂർത്തത്തിന് സമയമായി. ദീപകേ, ദീപകേ. എന്തോ? സമയമായി. നീ അവിടെ എന്തെടുക്കുവാ? ഞാൻ ഒരുങ്ങിയായിരുന്നു അമ്മാവ. വേഗം വാ. ഇതാ വരുന്നു അമ്മാവ. അമ്മേ, അമ്മ വിളിക്കുന്നു.
അച്ഛനും അമ്മയും ഇരുന്നോളും. ഇരിക്കെ. ദിവ്യ ദൈവമേ, ഒരു പ്രശ്നം ഉണ്ടാവല്ലേ? ഇനി കുട്ടിയെ അച്ഛന്റെ കയ്യിലേക്ക് കൊടുത്തോളൂ. അല്ല, രാജു ഇതുവരെ വന്നില്ലേ? ചടങ്ങിന്റെ കാര്യങ്ങൾ മുന്നിൽ നിന്ന് നടത്താൻ ഞാൻ അവനെയല്ലേ ഏൽപ്പിച്ചിരുന്നത്. എന്നിട്ട് അവനിത് എവിടെ പോയി? അച്ഛാ, രാജു ഇപ്പൊ വരും. രാജു എവിടെയോ അത്യാവശ്യമായിട്ട് പോയതാ. ചടങ്ങിന്റെ മുഹൂർത്തത്തിന് മുമ്പെങ്കിലും വന്നാ മതിയല്ലോ. ആ അത് രാജു വന്നല്ലോ. നീ എന്താ രാജു വൈകിയത്? സോറി സർ, അർജന്റായിട്ട് ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോകാനുണ്ടായിരുന്നു. ഇവനെന്തിനാ ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് പോയത്? ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കുമെന്ന് കരുതി ഇനി DNA റിസൾട്ടുമായിട്ടാണോ ഇവൻ വന്നിരിക്കുന്നത്? നമുക്കേ നൂലുകെട്ടിലേക്ക് കിടക്കാം. ദാ, ഇനി കെട്ടിക്കോളൂ. കുഞ്ഞിന്റെ പേരെന്താണെന്ന് തീരുമാനിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് അച്ഛൻ കുഞ്ഞിന്റെ ചെവിയിൽ 3 തവണ പറയണം.